പണ്ടൊക്കെയെന്ന് പറഞ്ഞാലേ ഒരു ശനി ഞായറൊക്കെ കിട്ടാൻ കാത്തിക്കായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ നമ്മൾ മാമൻ്റെ അവിടേക്ക് പോകുമായിരുന്നു. പക്ഷെ ഇന്നാണെങ്കിൽ നമുക്ക് ട്യൂഷനും ക്ലാസ്സും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പോകാൻ കഴിയാറില്ല പലപ്പോഴും. ഇന്ന് അമ്മമ്മയുടെ പിറന്നാളാണ്. ഞങ്ങൾ രാവിലെ തന്നെ വിളിച്ചപ്പം അമ്മമ്മ പറഞ്ഞു, എന്താ വരാൻ കഴിയില്ലല്ലോ, ലോങ് അല്ലേ എന്നൊക്കെ അമ്മമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അമ്മയുടെ മനസ്സിൽ വരണം എന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞാനും മൂത്തേച്ചിയും കൂടെ പോവാം. കൂടെ മാത്രം ഞങ്ങൾ മാത്രം പോയതായിരുന്നു കേട്ടോ. അമ്മമ്മയ്ക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം കേട്ടോ. അമ്മമ്മയ്ക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ മാറ്റിയൊക്കെ അമ്മമ്മ വരും. ഇനി ഓണം അതൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ബാക്കിലൊക്കെ നിറച്ചും ഈ കിരീടപ്പൂ അങ്ങനത്തെ പല പല ചുവന്ന പൂക്കളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നടന്നു. പിന്നെ അമ്മമ്മ ഇങ്ങനെ നമുക്ക് ഈ മുടിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോതി തരും. അപ്പോൾ നല്ല രസം, നല്ല സുഖമാണ്. എനിക്കിഷ്ടമാണ് എൻ്റെ മുടിയിൽ ഇങ്ങനെ ഒരാൾ കളിക്കുന്നത്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ വീഡിയോൻ്റെ ഇടയിൽ ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പുല്ല് കണ്ടത്. പുല്ല് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പിന്നെ അവിടെ ഉണ്ടായ കുറച്ച് പച്ചക്കറികളും അമ്മമ്മയുടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നടക്കുമായിരുന്നു. അവിടെ ഈ കിഴങ്ങ്, അതുപോലെ പൂള, മധുരക്കിഴങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മമ്മയ്ക്ക് ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമായി. എന്നിട്ട് അവിടെ ഉണ്ടാക്കിയിട്ട് അമ്മമ്മ അതൊക്കെ കൂടെ കെട്ടിപ്പേറി ഇങ്ങോട്ട് കൊണ്ടുവരും. അതിപ്പോൾ അധിക വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് നടക്കുമായിരുന്നു. നല്ല രസമാണ് ഇങ്ങനെ കാണാനൊക്കെ വല്ലപ്പോഴൊക്കെ പോകുമ്പോൾ. പിന്നെ ഞങ്ങൾ കുറച്ച് ചെമ്പരത്തിയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ചെമ്പരത്തി കിട്ടാൻ വലിയ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്കവാറും അവിടെ നിന്നായിരുന്നു കൊണ്ടുപോകലുണ്ടായിരുന്നു മാമ. കുറേ പേരക്കന്മാരുണ്ടായാലും നമുക്ക് പഴുത്ത പേരക്ക കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം നമ്മൾ വല്ലപ്പോഴും ചെല്ലുമ്പോൾ അവിടെ പേരക്ക ഉണ്ടാകുന്നതൊക്കെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഉള്ളത് എന്തെങ്കിലും കിളി എന്തെങ്കിലും കാര്യം കൊത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. ഒരു ചവർപ്പും ഒരു പുളിയൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ.